അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. സാർ, PRD സ്ഥാപിച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകൾ കേരളത്തിൽ എല്ലാ ജംഗ്ഷനിലും ഇപ്പോൾ ഉണ്ട്. അത് മാറ്റരുതെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ബോർഡുകളാണ് ഇന്നിപ്പോൾ UDFൻ്റെ ഐശ്വര്യം. പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് മന്ത്രിമാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സാർ, ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താതെ തിരുവനന്തപുരത്തൊട്ട് എടുക്കുകയാണ് വി ശിവൻകുട്ടിയോട് നന്ദി രേഖപ്പെടുത്താതെ പറ്റില്ലല്ലോ. വി ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് വി ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. ഞാനന്ന് ഈ നിയമസഭയിലെ അംഗമായിരുന്നു. സാർ, ഇന്ന് തിരുവനന്തപുരം MLA മാരോട് ചോദിച്ചാൽ അറിയാം. തിരുവനന്തപുരത്തുള്ള ആളുകൾ, അയൽവാസികളൊക്കെ വഴക്കുണ്ടാക്കിയാൽ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്: നീ എത്ര ചീത്തകൾ വേണേലും വിളിച്ചോ, പക്ഷേ ശിവൻകുട്ടി അണ്ണനെ പോലെ ശുഷ്കാന്തി കാണിക്കരുത്, എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. സാർ, അദ്ദേഹത്തോട് നന്ദി പറയണം. പിന്നെ അടുത്തത് കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ ചിഞ്ചു റാണി എന്ന് പറയുന്നയാൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. കന്നുകാലികൾക്ക് പോലും നയാ പൈസയുടെ പ്രയോജനമുണ്ടായില്ല. ഞങ്ങൾ ചടയമംഗലം തിരിച്ചു പിടിക്കാൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ രംഗത്തിറക്കി ആ സീറ്റ് തിരിച്ചു പിടിച്ചു. സാർ, കേരളത്തിലെ കന്നുകാലികളും ആടുമാടുകളും പോലും പ്രതിഷേധിച്ച ഒരു മന്ത്രിയായിരുന്നു. ചിഞ്ചു റാണിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആടുകൾ പോലും ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ മൃഗങ്ങൾ പോലും ഇത്രമാത്രം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് സാർ. അടുത്ത കാലത്ത് അല്ല, അവര് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളത് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവുണ്ട്. സാർ, അടുത്തതായിട്ട് ശ്രീ KB ഗണേഷ് കുമാർ. സാർ, KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രിപ്പണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയും പണിയായിരുന്നു. അദ്ദേഹം കത്ത് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വിദഗ്ധനായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കത്ത് റെഡിയാക്കി കൊടുത്ത ആളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ തോൽവിയൊക്കെ ഏറ്റതിന് ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മന്ത്രിപ്പണി എനിക്ക് പാർട്ടിയും പണിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറഞ്ഞത്. സാർ, അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമേ അദ്ദേഹം എതിർത്തു. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അദ്ദേഹം എന്തിനാ എതിർക്കുന്നത്? അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അത് UDF സർക്കാർ വന്നു കഴിയുമ്പോൾ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ലേ? അതിന് ഇദ്ദേഹം എന്തിനാ എതിർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ 5000-ലെ 4998 പേര് ആ ബസ്സിൽ കയറുമെന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം അന്ന് എതിർത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാർ, അദ്ദേഹത്തോടും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. സാർ, പിന്നെയുള്ളത് VN വാസവനാണ്. VN വാസവൻ എന്ന് പറയുന്ന മന്ത്രി, സാർ, സ്വർണ്ണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പോൾ റിംഗ് ടൂണാണ്. ഈ VN വാസവൻ എങ്ങനെ ജയിക്കുമോ സാർ? പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, അതേ പോട്ടെ, ഞാനിപ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നില്ല. സാർ, അയ്യപ്പൻ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ സ്വർണം അയ്യപ്പൻ ആദ്യമൊക്കെ ക്ഷമിക്കും. ആചാരലംഘനം നടത്തിയപ്പോൾ അദ്ദേഹം ക്ഷമിച്ചു. ഇപ്പം നമ്മളാണെങ്കിലും നമ്മളോടൊരു ശത്രു വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആദ്യവും രണ്ടാമതും ഒക്കെ ക്ഷമിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വർണം വരെ മോഷ്ടിച്ചു പോയ സഖാവ് വാസവനെ ഇനി നിയമസഭ കാണിക്കണ്ട എന്ന് ജനം തീരുമാനിച്ചു. അങ്ങനെയാണ് സാർ സഖാവ് വാസവൻ ഇപ്പോൾ ഇതിരിക്കുന്നത്. സാർ, അതിനു മുമ്പ്